നമസ്കാരം. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നക്ഷത്രഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രഫലം ജാതകഫലമായി ആരും കണക്കാക്കരുത്. ഓരോ വ്യക്തിയുടെയും ഗ്രഹനില തയ്യാറാക്കി ആ ഗ്രഹനിലയിൽ നിന്നും ലഗ്നം കൊണ്ടും ചന്ദ്രനെ കൊണ്ടും ശുക്രനെ കൊണ്ടും ആ നക്ഷത്രം നിൽക്കുന്ന രാശിയെ കൊണ്ടും ഫലങ്ങൾ കണ്ടുപിടിച്ച് ഈ ഗ്രഹങ്ങളുടെ ശുഭദൃഷ്ടിയും പാപദൃഷ്ടിയും കണക്കിലെടുത്താണ് ജാതകം തയ്യാറാക്കുന്നത്. ഇവിടെ നമ്മൾ അറിയിക്കുന്നത് ഒരു നക്ഷത്രത്തിൻ്റെ ഫലമാണ്. ആയതിനാൽ തന്നെ ഏകദേശം 50-60% വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ഫലം വളരെ കൃത്യമായിരിക്കും. എന്നിരുന്നാലും ജാതകഫലം തയ്യാറാക്കുമ്പോൾ ഓരോ വ്യക്തികൾക്കും ഈ ഫലം കുറച്ചൊക്കെ വ്യത്യാസം വന്നേക്കാം. വളരെ കൃത്യമായ ഫലം അറിയണമെങ്കിൽ നിങ്ങളുടെ ഗ്രഹനില വെച്ച് തന്നെ ഫലം അറിയണം എന്നതാണ് സത്യം. എങ്ങനെ നോക്കിയാലും നിങ്ങളുടെ നക്ഷത്രഫലം ഇതുതന്നെയായിരിക്കും എന്നതാണ് ഗ്രന്ഥങ്ങളിൽ കൽപ്പിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ അശ്വതി നക്ഷത്രത്തിൻ്റെ നക്ഷത്രഫലമാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അശ്വതി നക്ഷത്രം 1-ാം പാദത്തിൽ ജനിച്ചാൽ, അതായത് അശ്വതി നക്ഷത്രം പിറക്കുമ്പോൾ ആദ്യത്തെ 15 നാഴികയ്ക്കകത്ത് ജനിച്ചാൽ ദുഷ്ടബുദ്ധി, ചഞ്ചല ഹൃദയം, പാപം ചെയ്യുവാനുള്ള താൽപ്പര്യം, അന്യന്മാരുടെ ദുഃഖത്തിൽ ആസക്തി എന്നിവയാണ് ഫലം. അശ്വതി നക്ഷത്രം 2-ാം പാദത്തിൽ ജനിച്ചാൽ, അതായത് 15-നും 30-നും അകത്തുള്ള നാഴികയിൽ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചാൽ ശാസ്ത്രീയമായി കാര്യങ്ങളെ അവലോകനം ചെയ്യാനുള്ള കഴിവ്, എല്ലാ കാര്യത്തിലും സാമർഥ്യം, കാഴ്ചയ്ക്ക് മനോഹരമായ രൂപം, പക്ഷി മൃഗാദികളോട് സ്നേഹം, എന്തിൻ്റെയും നന്മ മനസ്സിലാക്കുവാനുള്ള ഹൃദയ വിശാലത എന്നിവയാണ് ഫലം. അശ്വതി നക്ഷത്രം 3-ാം പാദത്തിൽ ജനിച്ചാൽ, അതായത് 30-നും 45 നാഴികയ്ക്കും അകത്തുള്ള സമയങ്ങളിൽ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചാൽ കണക്കിൽ വളരെയധികം കഴിവ്, കാവ്യരചന വൈഭവം, പ്രസന്നത, അധ്യാപകൻ്റെ അഥവാ ഗുരുനാഥൻ്റെ യോഗ്യത ഉണ്ടാവുക, അർശസ് തുടങ്ങിയ രോഗങ്ങൾ വരിക, നിർബന്ധ ബുദ്ധിക്കാരാവുക എന്നിവയാണ് ഫലം. അശ്വതി നക്ഷത്രം 4-ാം പാദത്തിൽ ജനിച്ചാൽ, അതായത് 45-60 നാഴികയ്ക്കകത്ത് ജനിച്ചാൽ സ്ത്രൈണ ദേഹപ്രകൃതി, ജ്യോതിഷം, പ്രവചനശാസ്ത്രം ഇവയിൽ വൈഭവം, സത്യം പറയുന്ന ശീലം, വലിയ ബുദ്ധിശക്തി, ഐശ്വര്യം നിറഞ്ഞ ജീവിതം, സ്ത്രീകൾക്ക് പ്രിയങ്കരനാകുക തുടങ്ങിയവയാണ് ഫലം. അശ്വതി നക്ഷത്രത്തിൽ സ്ത്രീകൾ ജനിച്ചാലുള്ള ഫലം: അശ്വതിയിൽ ജനിച്ചവൾ സൗന്ദര്യവും ഉയർന്ന ധനസമൃദ്ധിയും ഉള്ളവളായിരിക്കും. ഇവളെ കാണുന്നതും ഇവളോട് സംഭാഷണം ചെയ്യുന്നതും എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമായിരിക്കും. ക്ഷമാശീലം, ശുദ്ധമായ മനസ്സ്, ദേവന്മാരിലും ഗുരുക്കന്മാരിലും ഭക്തി എന്നിവ ഇവരുടെ ഫലമാണ്. സൂര്യൻ ഉച്ചസ്ഥനാകുന്നത് അശ്വതി നക്ഷത്രത്തിലാണ്. ആയതിനാൽ പൊതുവെ അധികാരത്തോട് ഇവർക്ക് ഭ്രമമുണ്ടായിരിക്കും. വലിയ പദവികളിലെത്തുകയും ചെയ്യും. ചൊവ്വയുടെ സ്വക്ഷേത്രത്തിൽ വരുന്ന നക്ഷത്രവുമാണ്. അതിനാൽ പൗരുഷവും ധൈര്യവും ആൺപെൺ ഭേദമില്ലാതെ ഇവരിൽ മുറ്റി നിൽക്കും.
ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ മിക്കവാറും വീട്ടിലെ മൂത്ത സന്തതിയായിരിക്കും. ജനനം കൊണ്ടല്ലെങ്കിൽ നേട്ടങ്ങളും കഴിവുകൊണ്ടെങ്കിലും മക്കളിൽ ഒന്നാം സ്ഥാനത്തെത്തും. നിർബന്ധ ബുദ്ധിക്കാരായതിനാൽ വിവേകം കൂടാതെ ഏതെങ്കിലും കാര്യത്തിൽ എടുത്തു ചാടിയാലും അതിൽ തന്നെ ഉറച്ചു നിൽക്കും. സാർഥ്വത, ആശ്രിത വാത്സല്യം, സേവന സന്നദ്ധത, പിശുക്കും ധൂർത്തും ഇടകലർന്ന ജീവിതശൈലി എന്നിവയും ഇവരുടെ പ്രത്യേകതകളാണ്. ഈ നക്ഷത്രത്തിൻ്റെ മൃഗം കുതിരയായതിനാലാവാം തീരുമാനങ്ങൾ എടുക്കുവാനും അത് നടപ്പിലാക്കാനും ഇവർക്ക് എളുപ്പം സാധിക്കുന്നത്. മറ്റുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കുവാനും വശംവദരാകാനും ഇവർക്ക് സാമർഥ്യം ഏറും. പിതാവ്, സഹോദരൻ തുടങ്ങിയവരെ കൊണ്ട് ഇവർക്ക് വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാകില്ല. സ്വയം കെട്ടിപ്പടുത്തുന്ന ഒരു ജീവിതമായിരിക്കും ഇവരുടേത്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഗുണത്തികവുള്ളവരും നേട്ടങ്ങൾ കൊയ്യുന്നവരും ആയിരിക്കുമെന്നതാണ് ഇതിൻ്റെ സാരം. കുടുംബ ഭരണത്തിലും ഔദ്യോഗിക മേഖലയിലും ഇവർ മികച്ച കഴിവ് തന്നെ പുറത്തെടുക്കും. അശ്വതി നക്ഷത്രക്കാരുടെ 7ാം രാശി തുലാം. അതിൻ്റെ അധിപതി ശുക്രൻ. അത് നല്ല ദാമ്പത്യം ഇവർക്കുണ്ടാക്കുമെന്നതിൻ്റെ ശുഭ സൂചനയാണ്. എന്നാൽ അതേ 7ാം രാശി തന്നെ സൂര്യൻ്റെ നീചക്ഷേത്രവും ശനിയുടെ ഉച്ചക്ഷേത്രവും എന്നിവ കൂടിയാകയാൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നബന്ധമായിരിക്കുമെന്നും വ്യക്തമാക്കുന്നു. അശ്വതിയുടെ ആദ്യ പാദത്തിന് ഗണ്ഡാന്തദോഷമുണ്ട്. മറ്റ് 3 പാദങ്ങളിൽ ജനിക്കുന്നവരെ അപേക്ഷിച്ച് 1ാം പാദത്തിൽ ജനിക്കുന്നവരുടെ ജീവിത നിലവാരം അല്പം പിന്നിലായി പോയേക്കാം. അശ്വതി ഒരു സൃഷ്ടി നക്ഷത്രമാകയാൽ ഈ നാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവർ സൃഷ്ടിപരമായ മനസ്സുള്ളവരായിരിക്കും എന്നതാണ്. പുതിയ ഭാഷയിൽ പറഞ്ഞാൽ പോസിറ്റീവ് മൈൻഡ്. അതുതന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ നേട്ടവും. അശ്വതി നക്ഷത്രക്കാർക്ക് കാർത്തിക, മകയിരം, പുണർദം എന്നിവ 3, 5, 7 നാളുകൾ, വിശാഖം 4ാം പാദം, അനിഴം, തൃക്കേട്ട എന്നിവ അഷ്ടമ രാശിക്കൂറിലെ നക്ഷത്രങ്ങൾ. ഇവയിൽ ജനിച്ചവരുമായുള്ള സൗഹൃദം, പങ്കാളിത്തം എന്നിവ ഗുണകരമാവില്ലെന്നുണ്ട്. ഈ നക്ഷത്രങ്ങളിൽ ശുഭകാര്യങ്ങളും ഒഴിവാക്കണം. അശ്വതി നക്ഷത്രക്കാർക്ക് ആദ്യം കേതുദശ, ആകെ 7 വർഷം. ജനിച്ച നാഴികകളുടെ ഏറ്റക്കുറവനുസരിച്ച് ആദ്യ ദശയും കുറയും. പകുതി കൂട്ടുകയാണ് സാധാരണ ചെയ്യുക. അപ്പോൾ 3.5 വയസ്സുവരെ കേതുദശ. പിന്നീട് ശുക്രദശ 20 വർഷം. തുടർന്ന് സൂര്യദശ 6 വർഷം, ചന്ദ്രദശ 10 വർഷം, ചൊവ്വ 7 വർഷം, രാഹുദശ 18 വർഷം, വ്യാഴദശ 16 വർഷം, ശനിദശ 19 വർഷം, ബുധദശ 17 വർഷം എന്നിങ്ങനെ ദശകൾ. മനുഷ്യൻ്റെ പരമായുസ് 120 വർഷമെന്ന് നിശ്ചയിച്ചാണ് ഈ ദശാക്രമം. ഏത് ദശയാണ് ശുഭം, ഏത് ദശയാണ് അശുഭം എന്നത് ഗ്രഹനില നോക്കി മാത്രമേ വിധി എഴുതാനാകൂ. ജീവിത പുരോഗതിക്ക് ഉതകുന്ന ചില ദോഷപരിഹാരങ്ങൾ ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അവ ഏതു ദശയിലും അനുഷ്ഠിക്കാം. അശ്വതിയുടെ നക്ഷത്രനാഥൻ കേതുവാകയാൽ മഹാഗണപതിയെ ഉപാസിക്കുന്നത് നല്ല ഫലം തരും. ജന്മാനുജന്മ നക്ഷത്രങ്ങളിൽ മഹാഗണപതി ഹോമം നടത്തുന്നത് ഉത്തമമാണ്. എന്നും ചൊല്ലേണ്ട മഹാഗണപതി മന്ത്രം ഓം ഗം ഗണപതയേ നമഃ. ഈ മന്ത്രം അശ്വതി നക്ഷത്രക്കാർ എല്ലാ ദിവസവും ഉരുവിടുന്നത് നല്ലതാണ്. നക്ഷത്രനാഥനായ കേതു അനിഷ്ടരാശികളിലാണെങ്കിൽ
ചാമുണ്ഡി അല്ലെങ്കിൽ ഭദ്രകാളി തുടങ്ങിയ ദേവതകളെ നിത്യം ഭജിക്കണം. ദേവീ മാഹാത്മ്യം നിത്യം പാരായണം ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. മേടം രാശിക്കാരാണല്ലോ, അഥവാ മേടക്കൂറുകാരാണല്ലോ അശ്വതി നാളുകാർ. ആ രാശിയുടെ അധിപൻ ചൊവ്വയാണ്. ഗ്രഹനിലയിൽ ചൊവ്വ ഓജരാശിയിലാണെങ്കിൽ സുബ്രഹ്മണ്യനെയും യുഗ്മരാശിയിലാണെങ്കിൽ ഭദ്രകാളിയെയും നിത്യം ഭജിക്കുന്നതും വളരെ ഉത്തമമായ കാര്യമാണ്. അശ്വതി നക്ഷത്രത്തിൻ്റെ രത്നം ചെമ്പവിഴം, വൈഡൂര്യം എന്നിവയാണ്. കേതുവിൻ്റെ രത്നം വൈഡൂര്യവും. എന്നാൽ രത്നധാരണം ഉത്തമനായ ഒരു ദൈവജ്ഞൻ്റെ ഉപദേശപ്രകാരം മാത്രമേ ചെയ്യുവാൻ പാടുള്ളൂ. അടുത്തത് ഭരണി നക്ഷത്രത്തിൻ്റെ നക്ഷത്രഫലവുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.